ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ വരികയാണ് കേട്ടോ. ഇന്ദ്രൻ നല്ല പേടിയുണ്ട്. കാരണം തൻ്റെ അമ്മയെ പിണക്കി കഴിഞ്ഞാൽ താനും ഹർഷയുമായി കൂടി ചേർന്ന് ആ രംഗം പോലും വിളിച്ചു പറയാൻ മടിക്കില്ല എന്നൊരു പേടി ഇന്ദ്രൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് അമ്മേ, എന്താണ്, തലവേദനിക്കുന്നുണ്ടോ, ബാമിട്ട് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ബാമിട്ട് കൊടുക്കുക കേട്ടോ. ഇതേ സമയം ഭാനുമ്മ പറഞ്ഞു, കാരണം അനുപമേ, നിന്റെ കാര്യം കഷ്ടം തന്നെയാണ്. ഇനി ഇന്ദ്രൻ കൂടുതൽ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് അടുക്കും എന്നൊക്കെ ഇങ്ങനെ ഭാനുമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനുപമ കയറി വരുന്നത്. അനുപമയെ കാണുന്ന സുശീല ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. എങ്കിലും കൂടി അനുപമ മുന്നോട്ട് തന്നെ വരികയാണ്. കാരണം സുശീലയുടെ മുന്നിലോട്ട് വരണമല്ലോ. തന്നോട് ചെയ്ത തെറ്റിന് അത് തന്നെ കാണുമ്പോൾ തന്നെ ആ മുഖത്തുണ്ടാവുന്ന ആ പരിഭ്രാന്തി ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അനുപമ വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ അനുപമ ചോദിക്കും, എന്ത് പറ്റി അമ്മക്ക്, അമ്മ എന്താ പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെനിക്ക് പിന്നെ തലവേദനിച്ചതാണെന്ന് പറയട്ടെ. ഇത് കേട്ട ഉടൻ തന്നെ, അയ്യോ അമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകായിരുന്നു ഇന്ദ്രൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ മരുന്ന് കഴിച്ചു. എന്നാൽ നമുക്ക് ഞാൻ നല്ല ചുക്കാപ്പി അങ്ങനെ എന്തെങ്കിലും ഇട്ട് തരണ്ടേ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടാ. ഇതേ സമയം ഇന്ദ്രൻ പറയും, അത് വേണ്ട, നീ കുറച്ച് ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അനുപമയെ പറഞ്ഞു വിടണം. അങ്ങനെ ഇന്ദ്രൻ അമ്മയോട് പറയണം, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട, സച്ചി സാറിൻ്റെ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ സച്ചി വിളിക്കും എന്തായാലും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, അവരുടെയും കൂടി ആവശ്യമല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കേട്ടോ. ഇതേ സമയം ഇങ്ങനെ ലതികയുടെ അടുത്തോട്ട് വിനയൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിനയനോട് ലതിക പറയണേ, മോനെ നീ നല്ലൊരു മനുഷ്യനാവണം, അപ്പം നിനക്ക് നിൻ്റെ കുടുംബജീവിതമൊക്കെ ഇനി തിരിച്ചു കിട്ടും. ഇതുപോലെ അമ്മയുടെ മകൻ എവിടെയും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അതായിരിക്കണം വിനയ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ വിനയം പറയാൻ, ശരിയമ്മേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ തെറ്റുകൾ തിരിച്ചറിയാനുള്ള ആ കഴിവ് എന്നിലിപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ഇനി ഞാനൊരു തെറ്റിലോട്ട് പോവില്ല എന്നൊക്കെ വിനയം പറയുന്നു കേട്ടോ. പക്ഷേ വിനയൻ തന്നെയാണ്. വിനയൻ എത്ര നാളത്തേക്ക് എന്ന് എല്ലാവർക്കും കണ്ടറിയാം കേട്ടോ. അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ദയയുടെ ആ പണം കിട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ആ പണവുമായി ഇനിയിപ്പോൾ തൻ്റെ ബാങ്കിലോട്ട് പോകാനും അതുപോലെ ആ ഒരു തമിഴ്നാട് കമ്പനിയുമായിട്ടുള്ള ആ ഒരു ഡീലുണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണം എടുക്കുക കേട്ടോ. പണം എടുക്കുമ്പോൾ അതിൽ 5 ലക്ഷത്തിൽ കുറച്ച് പണം കുറവാണ് കേട്ടോ. ഇത് കാണുന്ന ശബരിക്ക് ആകെ ടെൻഷനാവാണ്. അങ്ങനെ ശബരി തൻ്റെ അച്ഛനോട് വന്നിട്ട് പറയാണ്, അച്ഛാ, ആ പണത്തിൽ ഇത്ര പണം കുറവുണ്ടല്ലോ എന്ന് പറയണേ. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ അനിത അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ശബരി, എന്താ അച്ഛാ ഇവിടെ ശരിക്കും സംഭവിച്ചത്, ദയയുടെ കയ്യിലായിരുന്നു ആ പണം, ഇനിയിപ്പോൾ ദയ എടുക്കുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനിത പറയണേ, ഒരിക്കലും ദയ എടുക്കില്ല, പക്ഷെ തെറ്റ് പറ്റിയത് നമുക്കാണ്. അത് കേൾക്കുന്ന രാമനാഥനും പറയണേ, ദയ ഒരിക്കലും എടുക്കില്ല എന്നുള്ളത് നന്നായി അറിയാം. ദയ ആ പണം സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ അവിടെ നിന്ന് കിട്ടിയ ആ പണം തന്നെ ആയിരിക്കും, അതിൽ കുറവും ഉണ്ടാവില്ല കൂടുതലും ഉണ്ടാവില്ല, പക്ഷെ ഇത് ചെയ്തിരിക്കുന്നത് വേറൊരാളായിരിക്കുമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന അനിത പറയണേ, ശരിയാണ് അച്ഛാ, തെറ്റ് പറ്റിയത് നമുക്കാണ്. ഇത് വാസന്തി ചേച്ചിയുടെയും ധനേട്ടൻ്റെയും കയ്യിലായിരുന്നു. ധനേട്ടൻ ഇതിൽ നിന്നും പണം എടുത്തിട്ടുണ്ടാവും, അതാണ് ആ പണം എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ അത് എണ്ണി നോക്കുകയൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ പണം കുറഞ്ഞത് അറിയൂല. ഇപ്പോൾ ദയ അത് എടുത്തത് കൊണ്ട് തന്നെ ദയാണ് എടുത്ത് എന്ന് അവർക്ക് ഇനി സ്ഥാപിക്കാനും കഴിയുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രാമനാഥൻ, എനിക്കറിയാം അവനെ കൊണ്ട് പറയിപ്പിക്കാൻ, ഞാൻ അവനെ കൊണ്ട് അത് പറയിപ്പിക്കണോ എന്നിങ്ങനെ ശബരിയോട് പറയുമ്പോൾ ശബരിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ. തൻ്റെ കുടുംബ ബന്ധത്തിൽ ഈ പറയുന്ന ഈ ധനനും വാസന്തിയും തീർച്ചയായും നിന്ന് കഴിഞ്ഞാൽ ഇതേ പറയുന്നത് പോലെ ഇനിയും പ്രശ്നങ്ങളിലോട്ട് പോകുമെന്ന് മനസ്സിലാവാണ്. അങ്ങനെ ഈ പണം കുറഞ്ഞതിൻ്റെ പേരിൽ ഇനി വാസന്തിയെയും ധനനെയും രാമനാഥൻ ചോദ്യം ചെയ്യാൻ ഒരുങ്ങാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സുശീലക്കുള്ള ചായയുമായി ഇങ്ങനെ വന്നിരിക്കുകയാണ് അനുപമ. അപ്പോൾ ഉടൻ തന്നെ അനുപമ ഈ ചായ കൊടുക്കുമ്പോൾ സുശീല അത് വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നോടൊന്നും ചോദിക്കുന്നില്ല അവൾ, താൻ ആ രമണിയെ കണ്ട കാര്യം അവൾ പറയുന്ന പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും എടുത്തിടാമെന്ന് കരുതിയിട്ട് സുശീല പെട്ടെന്ന് അനുപമയോട് ചോദിക്കും, അല്ല നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്, ഞാനിതാ പോവാൻ ഇറങ്ങുകയാണ്. അത് കേട്ട ഉടൻ തന്നെ
അല്ല, നിൻ്റെ വീട്ടിൽ എന്തോ നിൻ്റെ അമ്മയുടെ ഓഹരി കിട്ടിയെന്നോ അമ്മയുടെ കുറേ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയെന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ സത്യം തന്നെയാണോ? നീ ഇവിടെ ആരോടും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എൻ്റെ മകനോട് പോലും നീ അത് പറഞ്ഞിട്ടില്ലല്ലോ. ആ അമ്മേ, അത് സത്യം തന്നെയാണ്. എൻ്റെ കുഞ്ഞമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും കൂടി വന്നിരുന്നു. അവർ ഒരുപാട് പഴയ കാലത്തെ സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾക്ക് തന്നു, കൺകുളിർക്കെ ഞങ്ങൾക്ക് തന്നു. എന്ത് സത്യമാണോ നീ പറയുന്നത്? അതെ, അതും തന്നു. പിന്നെ അത് മാത്രമല്ല, ഇത്രയും കാലം ആ ഒരു കന്യാശ്ശേരി മന നടത്തിയിരുന്നത് ഞങ്ങളുടെ ചെറിയച്ഛനായിരുന്നു. അവർ ഞങ്ങൾക്ക് അതിൻ്റെ ഓഹരിയും തന്നു എന്ന് പറയും കേട്ടോ. ഓഹരി 10-25,000 കിട്ടിയിട്ടുണ്ടാവൂലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ, അല്ല 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന സുശീല, 1 കോടിയോ? ആ, 1 കോടി കിട്ടിയിട്ടുണ്ട്. ഇനി ആ മന നോക്കി നടത്താൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോടാണ്. അച്ഛൻ്റെ പേരിലാണ് ആ മന എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടെന്ന് പറയട്ടോ. ഇതൊക്കെ കേട്ട സുശീലയുടെ കിളി പോവാണ്. ഈശ്വര, ഇത്രയും വലിയൊരു സമ്പന്നമായ കുടുംബത്തിലെ പെൺകുട്ടിയാണോ താൻ ഇത്രയും കാലം മാനസിക പീഡനം കൊടുത്തിരുന്നത്, തൻ്റെ ഇന്ദ്രനുമായി സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നൊരു തോന്നൽ വരികയാണ് കേട്ടോ. ഇവിടെയാണ് ഇനി ടെസ്റ്റ് ഇരിക്കുന്നത്. ഹർഷ എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആണെന്ന് ഇനി സുശീല മനസ്സിലാക്കുമ്പോൾ സുശീല കാല് മാറ്റി ചവിട്ടുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ചീരും അമ്പിളിയും കൂടി സംസാരിക്കുകയാണ്. ആ തമ്പായിയുടെ സംസാരത്തിൽ തന്നെയുണ്ടല്ലോ, ആ തമ്പായി എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അയാൾ ഒരു കുതന്ത്രം അറിയുന്നത് കൊണ്ട് തന്നെ കൂടോത്രമല്ലോ ആ മനയിൽ ചെയ്യുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ പേടി. നാളെ പൗർണമിയാണ്, രാഹുലത്തിന് മുന്നേ ഇറങ്ങണം എന്നൊക്കെ അയാൾ പറയുമ്പോൾ മനഃപൂർവ്വം നമ്മളെ ഒരു കെണിയിൽ വീഴ്ത്തുന്നത് പോലെ തോന്നി. അത് കേട്ടിട്ട് മാഷ് വരാനേട്ടാ. അപ്പം മാഷ് പറയണേ, അയാൾ കണ്ടേ മുതൽ എനിക്കും കുറച്ച് ഫ്രോഡുണ്ട്, പക്ഷേ അങ്ങോട്ടായി ഏറ്റുമുട്ടാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കളിക്കുന്നവരാണ് നമ്മൾ. അതിനിടയ്ക്ക് ഇനിയിപ്പോൾ തമ്പായുമായി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതച്ചാ ആ മനയിൽ പിന്നെ എങ്ങനെ പോയി താമസിക്കും? അയാൾ വല്ല കൂടോത്തരവും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ മാഷിൻ്റെ ഉള്ളിലും ടെൻഷൻ വരാൻ കേട്ടോ. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇനിയിപ്പോൾ വരാനിരിക്കുന്നുണ്ടോ? ഈശ്വര, സമ്പത്ത് കയ്യിൽ വന്നപ്പോൾ ഇനി മനസ്സമാധാനം അല്ലെങ്കിലേ പെൺമക്കൾ കാരണമില്ല, ഇനിയും അടുത്തത് വരുമോ എന്നൊരു പേടി ഇങ്ങനെ മാഷിൻ്റെ ഉള്ളിൽ വരാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇത് വിളിച്ചിട്ട് പെട്ടെന്ന് രഘുവിനോട് പറയാണ്, രഘുവേട്ട ആ തമ്പായി ഇവിടെ വന്നിരുന്നു. അപ്പോൾ രഘു, എന്തിനാ അയാൾ വന്നത്? നാളെ പൗർണമി യാത്ര, അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്, അതിന് പോരണം, അതിനെത്തണം, രാഹുലാവുമ്പോഴേക്കും അവിടെ എത്തണം എന്നൊക്കെ അയാൾ പറഞ്ഞു. പക്ഷേ അയാളുടെ എല്ലാ സംസാരത്തിലും മുള്ളും മുനയും ഉണ്ട്. അച്ഛനെ ഇടങ്ങണ്ണിട്ട് നോക്കി എന്തൊക്കെ ലക്ഷ്യം കുറിക്കുന്നത് പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത വില്ലൻ നമ്മുടെ കുടുംബത്തെ അയാളാവുമോ എന്നിങ്ങനെ രഘു പറയണേട്ടാ. എന്നിട്ട് വിനയൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രഘു പറയാണ്, വിനയനെ ഞാനും ദാസേട്ടനും കൂടിയിട്ടാണ് സ്വന്തം ജാമ്യത്തിൽ ഇറക്കിയതെന്ന് പറയുമ്പോൾ അമ്പിളി ചൂടാവണ്. എന്തിനാണ് അവനെ പോലെയുള്ളവനെ ഇറക്കിയത്? അവൻ ഇനി വല്ല കുരുത്തക്കേടും കാട്ടിക്കൂട്ടുമോ എന്നൊരു പേടി ഉണ്ട്. അതിൻ്റെ പേരിൽ പിന്നീട് രഘുവേട്ടനെ ദാസ് അങ്കിളിനെ എല്ലേക്കും പോലീസ് അറസ്റ്റ് ചെയ്യുക, എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയെടുക്കുന്ന സമയത്ത് ഉടൻ തന്നെ അമ്പിളിയോട് പറയും, അല്ല അവനിലൊരു മാറ്റം ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എന്തായാലും എല്ലാ കാര്യങ്ങളും നീ ചീരുവിനോട് തുറന്നു പറയണം, പറയാതിരിക്കരുത്. അവൾ അറിയട്ടെ, വിനയനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ പറയണമെന്ന് പറയണേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.